ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇഫ്താറിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് നേരെ ഒരു പ്രിപ്പറേഷനിലേക്ക് പോയാലോ. അതിനാദ്യം തന്നെ നമ്മുടെ കസ്കസ് എടുത്ത് വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പാലടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പാലെടുക്കാം. എന്നിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പാലിൻ്റെ അളവിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് കസ്റ്റാർഡ് ഒന്ന് എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വെള്ളമോ പാലോ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ അത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് പാലിൽ വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു 8 മുതൽ 9 വരെയൊക്കെ ബദാം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പൊടിക്കുക. ഈസി ആയിട്ട് പൊടിക്കാൻ വേണ്ടി ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചാൽ നല്ല പൗഡറായിട്ട് കിട്ടും. അതും കൂടി നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കസ്റ്റാർഡും കൂടി നമ്മൾ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നും കെട്ടാതെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാലെല്ലാം യോജിപ്പിച്ച് പാലിന് നല്ലോണം ഒന്ന് തിളയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് പാല് ഒന്ന് നല്ലോണം തണുത്ത് കിട്ടണം. അപ്പോൾ നമ്മളതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഈ സമയം നമുക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിളോ എടുക്കുന്ന ഒന്ന് കട്ട് ചെയ്യാം. വെജിറ്റബിൾ എന്ന് പറയാൻ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ പഴവും ആപ്പിളും ആണ്. വളരെ തിന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് അത് എടുക്കാം. ഈ സമയത്ത് നമ്മുടെ കസ്കസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തണുത്ത പാലിലേക്ക് ഈ കസ്കസും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വളരെ സ്ലൈസ് ചെയ്ത് തിന്നായിട്ട് അരിഞ്ഞിരിക്കുന്നത് ആപ്പിളാണ്. ആ ആപ്പിളും ക്യാരറ്റും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമുണ്ട്. അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് റെഡിയാണ്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് നല്ല കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇഫ്താറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ നമ്മളിതേ ആ ഉണ്ടാക്കിയ ടൈമിൽ തന്നെയാണ് നമ്മളിത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഡ്രിങ്ക് ഇതേ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ഒരു ഫ്രൂട്ട്സും ഈ ആൽമണ്ടിൻ്റെ പൗഡറും എല്ലാം ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.